ഭദ്ര സംഗീതം എത്ര കാലം പഠിച്ചു? അങ്ങനെ ചിട്ടയായിട്ടൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് അമ്മ. അമ്മയും മകളും തമ്മിലുള്ള പഠിപ്പ് ശരിയാവില്ല. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. കാസറ്റുകളാണ് പ്രധാന ഗുരുക്കന്മാർ. ആരോടാ കൂടുതൽ താല്പര്യം? MD രാമനാഥ്. അപ്പോ എന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടു. ചാരുവേശിയില് ഏതൊക്കെ കീർത്തനം അറിയാം? ചെമ്മാങ്കുടി പാടിയ കൃപയാ പാലയ, പിന്നെ ബാലമുരളിയുടെ. അപ്പോ ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ? അല്ല, എന്തോ ഒരു ആകർഷണം ഇതിനുണ്ട്. ശബ്ദം, ഭാവം, ആലാപനത്തിലെ ഐ മീൻ. നീ വരയാ വരുന്നോന്ന്? മലയാളത്താനാ? ആലുവമൊഴിക്ക് എന്താ പക്കം യാരെയും നമ്പക്കൂടാതെ. എവിടെയാ ഈ ആലുവമൊഴി? ഇങ്ങേരുന്ന് കൊഞ്ചം വടക്ക്. ആലുവപ്പുഴയ്ക്ക് ഇപ്പുറത്തുള്ളവരെ വിശ്വസിച്ചൂടാന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്. അപ്പൊ ഉങ്ക ഊരെങ്കെ? അമ്മയുടെ നാട് ആലുവാപ്പുഴയ്ക്ക് അപ്പുറത്താ. ശാസ്ത്രികൾ നല്ലോണം മലയാളം പറയുന്നല്ലോ. ശാസ്ത്രികളുടെ അമ്മാവെ തിരുമണ ചേഞ്ച് കൊടുത്തത് തിരുവനന്തപുരത്താക്കും. ശാസ്ത്രികൾ പഠിച്ചതും അങ്കത്താൻ. ഇനി ഞാൻ തന്നെ പൊക്കോളാം, കൂട്ടുവരണമെന്നില്ല. എന്നാ திடீர்னு വന്നത്? പാട്ടത് മതിയെങ്കെ. കിടച്ച നേരത്തിലെ പാട്ട് പാടി രസിപ്പിക്കാറ് ഇംഗ്ലീഷ് പേശുറാര് ഇഷ്ടമായൊന്നൊരു കേൾവിയും കൂടെ. മലയാളത്തമാര് കള്ളന്മാരാ. എടി, அந்த பொண்ணு குன்ன மாதிரி அசூய கிடையாது. ஸ்ட்ரெயிட் ஆக்கும். ஏன் பாட்டு பிடிக்குன்னு எவ்வளவு ஃப்ராங்கா சொல்லிட்டு போன பாத்தியா? அந்த பேஜ்ல கள்ளமே கிடையாது. யாரெல்லாம் தெரியுமா அந்த குட்டியோட கம்பெனி? யாரு? ஷாருக் கான், ராகுல் டிராவிட். டிராவிட்னு ആ കുട്ടിക്ക് ரொம்ப பிடிக்கும். ஒருவேளை அவங்க கல்யாணம் கூட முடிக்கலாம். அது கிடைத்தா இங்க ஒராளுടെ இங்கிலீஷ். எனக்கு ஒரு ஆளை மட்டும் தான் பிடிக்கும். யாரு? உங்க அப்பா. வீட்ல போடி. സ്വന്തം ഭക്ഷണമാണ്, വേറെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോയില്ല. വേറെ പണിയുള്ളവർക്ക് സ്പീഡ് കുറച്ച് കൂടും. എന്താണാവോ അത്ര വലിയ പണി? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്കും വെച്ചിരിക്കും. ചുറ്റും നടക്കുന്നതേ ആ കണ്ണ്. എന്താ അമ്മയത്? മീന്റെ മണം വന്നാൽ ഞാൻ അതിൽ വീഴുന്ന് കരുതിയാ നേരത്തെ കഴിക്കാനിരുന്നത്. എന്താ മുനികുമാരി, ഈ ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവാണോ? ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭദ്രയ്ക്കാവും. ടിവിയിൽ ഇന്നാള് പോത്തിനെ കൊല്ലുന്ന സീൻ കാണിച്ചിരുന്നു. അത് കണ്ട് പേടിച്ചതായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മാംസം കഴിക്കണ നാവില് സംഗീതം വരില്ല. ആര് പറഞ്ഞു? ശാസ്ത്രികള്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്യുവർ വെജ്. നീ ആ പ്ലേറ്റ് മാറ്റി വയ്ക്കേ, ഞാൻ വേറെ തരാം. വേണ്ട, മതി. മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്. അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല. ഞാൻ പുഴയിൽ പോയി കുളിച്ചോട്ടെ. നിനക്കെന്താ കിറുക്കാണോ ഭദ്രേ? ഞാനെമ്പാളും കൂട്ടുകാരും പുലർച്ചെ പുഴപ്പോട്ടാ കുളിക്കുക. അവർക്ക് ശീലം ഉണ്ടാവും. അത് കഴിഞ്ഞ അമ്പലത്തിൽ എന്തെങ്കിലും പണി ഉണ്ടാവും. വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാ അത്രേ. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു. ஏய், வேகம் ட்ரெஸ் சேஞ்ச் பண்ணுங்க. வெட்டம் வரதுக்கு முன்னாடியே இந்த இடம் விடணும். அல்லேனா நம்ம மேத்தா ஆம்பளை கண்ணு சும்மா இரு கண்ணா. இங்க அப்படி ஒண்ணும் இல்லை. ஒண்ணுமே பயப்பட வேண்டாம். பார்த்தது போதும். யாராவது கண்டா உங்களுக்கு ஒரு சின்ன நினைப்பே. എന്ത് മന്ത്രം അത്? ഉറക്കെ ചൊല്ലിക്കൂടെ? അപ്പൊ നമുക്കും കേൾക്കാലോ. ഗായത്രി മന്ത്രം ദിനവും 1008 ആവർത്തി ഉരുവിടുവാർ അവർ. ആറ്റുതണിയിൽ 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്ത വേണ്ടാമാ. അതുതാൻ എന്റെ സ്പീഡ്. വായിച്ചു നോക്കാമോ? ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ അവയെത്ര അഴകുള്ളതായിരിക്കും.
സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ. എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലേ? താളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ചേർച്ചക്കുറവ്. സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. വെരി ഗുഡ്. ഒന്നിനും ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ച് മുറിയടച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഈ നെമിനിയിലോ കാളന്തിയിലോ വിളയാടാൻ പോയിട്ടുണ്ടാവുന്നു. എന്താണ് ഇന്ന് മോളെ ഇത്ര സന്തോഷിപ്പിച്ചത്? ഞാൻ ഇന്ന് തടാകത്തിനടുത്ത് കുറെ പൂക്കൾ കണ്ടു. അപ്പൊ തോന്നിയത് കുറിച്ചൊന്നു മാത്രം. അച്ഛാ, ചോക്ലേറ്റ് 2 എണ്ണം. അക്കൗണ്ടിലെ പോട്ടുക. ശരി ഡാക്ടർ. അമ്മേ, വിശക്കണോ? ഞാൻ ഇവിടെ ഉണ്ട്. കയ്യും മുഖം കഴിയിട്ട് ഒന്ന് കഴിച്ചാ മതി. ഇത് കണ്ടോ? അയ്യേ, എന്തൊക്കെ എഴുതി കൂട്ടിരിക്കണേ. ഇത്രയ്ക്ക് തരം താഴാമോ? ഒരു സബ് സ്റ്റാൻഡേർഡ് കവിത. ജീവിത നിരീക്ഷണം ഇല്ല. ഒരു കുഞ്ഞു പൂവ്. ആരായി ഭദ്രനായര്? ഭദ്രനായരോ? നോക്കട്ടെ നോക്കട്ടെ. ആരാ ഇത് അയച്ചു കൊടുത്തേ? ആരാ? സത്യമായിട്ടും ഞാനൊരു ശുപാർശയ്ക്കും പോയില്ല, വെറുതെ അയച്ചു കൊടുത്തു. ബാബു ഒന്ന് വിളിച്ചപ്പോഴാ അറിയുന്നത് ഈ ലക്കത്തിലുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? 2 അഭിപ്രായമുണ്ട്. എന്തോന്നാ 2 അഭിപ്രായം? ഒന്ന് പോരാ. പിന്നെ പിന്നെ പോരാ അല്ലേ? ചിലപ്പോ ഡോക്ടർ മാധവൻ നായർ ഭദ്രൻ നായരുടെ അച്ഛൻ എന്ന നിലയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. എന്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടെന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോൾ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിനുള്ളിൽ എഴുതി തീർത്തു. അപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കാം, അതിൻ്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയേക്കും. എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരു പക്ഷേ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ. ഇങ്ങൊന്നേ, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം. സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയാ. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ്, അത് വേണ്ട. എൻ്റെ പ്രായം എൻ്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പമായ ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തിൽ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്നാ. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതി ഒന്ന് അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാ ചോദിക്കാതിരുന്നത്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചൂടെ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിൽ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷൻ്റെ പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന് ഇൻ്റർവ്യൂവിന്. മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഏണ്ടാ നീയും ബാലമുരളീഷനാവും പോറിയാ? അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിന്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂയിപ്പിക്കല്ലേ? മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു എൻ്റെ അപകടം
അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെ ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുമാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സ് വരുന്നില്ല. ഉം? പിന്നെ പറയാം. ഭദ്ര, വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ, ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴി വെച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ. കുറു, കുറു. പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഉം. ഫുൾ ഓഫ് ഡ്രീംസ്. ഉം. എന്താന്ന് പറയാമോ? ഉം. I love those dreams.